ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശിശുദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ശിശുദിനവുമായി ബന്ധപ്പെട്ട് നടത്താനിരിക്കുന്ന ക്യൂസ് മത്സരങ്ങളിൽ ഉന്നത വിജയം കൈവരിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഏത് ദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ഉത്തരം നവംബർ 14. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം രത്നം. ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് രത്നം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ടൈം മാഗസിൻ്റെ മുഖചിത്രത്തിൽ ആദ്യമായി വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അച്ഛൻ മകൾക്കയച്ച കത്തുകളിൽ അച്ഛനാര്, അതോടൊപ്പം മകൾ ആര്? ഉത്തരം അച്ഛൻ ജവഹർലാൽ നെഹ്റു, മകൾ ഇന്ദിരാഗാന്ധി. ചെങ്കോട്ടയിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ദേശീയ പതാക ഉയർത്തിയതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരായിരുന്നു? ഉത്തരം മദർ തെരേസ. ഭാരതവും അയൽ രാജ്യങ്ങളുമായ ബന്ധത്തിന് നെഹ്റു ആവിഷ്കരിച്ച തത്വങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷമേത്? ഉത്തരം 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് ഭാരത് രത്നം ലഭിച്ച വർഷമേത്? ഉത്തരം 1955. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. കുട്ടികൾ നെഹ്റുവിനെ സ്നേഹത്തോടെ വിളിച്ചത് എന്തായിരുന്നു? ഉത്തരം ചാച്ചാജി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മരണശേഷം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത് ആര്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മ ആരായിരുന്നു? ഉത്തരം സ്വരൂപ് റാണി. ഒരു കുടുംബത്തിലെ 3 പേർക്ക് ഭാരതരത്നം ലഭിച്ചു. ആർക്കെല്ലാമായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.